മെല്ലെ വാഹനം ബാക്കിലേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ നോക്കുക, വലത്തെ സൈഡിലേക്ക് പോവുകയാണ്. അതിന് ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു. മെല്ലെ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോക്കുക. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു വാഹനം വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഒരു വാഹനം ഗേറ്റിന് വെളിയിലേക്ക് എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വാഹനം ഇത്തരത്തിൽ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ വെളിയിലെടുക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഏതൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നതെങ്കിലും ഈ ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ എല്ലാവരുടെയും പേടിയാണ് വണ്ടി സൈഡിൽ എവിടെയെങ്കിലും തട്ടുമോ. തട്ടാതിരിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന മിററും റൈറ്റ് സൈഡിൽ വരുന്ന മിററും ഒപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്ന റിയർ വ്യൂ മിററും നോക്കിക്കൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു മിററിനെ മൂന്നായിട്ട് തിരിക്കുക. അതായത് ഒന്ന് വാഹനത്തിൻ്റെ ബോഡി ഏരിയ കാണുന്ന ആ ഒരു ഭാഗം, അതായത് ഈ ഇത്ര ഒരു സ്പേസ്. പിന്നെ വരുന്നത് വാഹനത്തിൻ്റെ റോഡ് ഏരിയ, അതായത് നമുക്ക് പോകാനായിട്ടുള്ള റോഡ് കാണുന്ന ഒരു സ്പേസ്. നിങ്ങൾ നോക്കുക, നമുക്ക് ഇവിടെ റോഡ് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ്, അതായത് സൈഡിൽ വരുന്ന മതിലോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെ ഏതാണോ ഒബ്ജക്റ്റ് വരുന്ന ആ ഒരു ഏരിയ. അങ്ങനെ മൂന്നായിട്ട് തിരിക്കുക. അതിനുശേഷം നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയും അതോടൊപ്പം തന്നെ ഈ സൈഡിൽ കാണുന്ന ഒബ്ജക്റ്റ്, അതായത് ഈ ഒരു മതിലും അതിനിടയിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ ബാക്ക് പോകാൻ കഴിയുന്ന ആ ഒരു റോഡ് ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം ബാക്കിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ഒരു ബോഡി ഏരിയ ഈ ഗ്യാപ്പും കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മളുടെ വാഹനം ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാം, അതായത് ഈ ഒരു മതിലിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് വാഹനം റിവേഴ്സ് എടുത്ത് നോക്കാം. ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ എൻ്റെ ഫുട് പെഡൽ കൺട്രോൾ ചെയ്യുന്നതും കൂടെ ഒന്ന് നോക്കുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റിൽ തട്ടാൻ സാധ്യതയുണ്ട്. അത് ലെഫ്റ്റോ റൈറ്റോ ആണെങ്കിൽ അത് എവിടെയാണ് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് ഒരു വാർത്തിട്ട ഒബ്ജക്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വാഹനം തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ തട്ടാതെ വേണം വാഹനം എടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് പോകാതെ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം. അതിന് ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. അതായത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഇത് ഞാൻ മെല്ലെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒടിച്ചു കൊടുക്കുന്നു. ഒടിച്ചു കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കുകയാണ്. മിറർ നോക്കിക്കൊണ്ട് എൻ്റെ വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ സൈഡിലുള്ള ആ ഒരു ഒബ്ജക്റ്റിലൊന്നും തട്ടാതെ കുറച്ച് വാഹനം ബാക്കിലേക്ക് വന്നു. ഇനി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ഒപ്പം സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ്. റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഈ ഒരു ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ഭാഗം ക്ലിയർ ആണ്. ഇനി ചെയ്യുന്നത് ഇതേ റൈറ്റ് സൈഡിലെ മിറർ വീണ്ടും നോക്കിക്കൊണ്ട് വാഹനം മെല്ലെ ബാക്കിലേക്ക് ഇറങ്ങുകയാണ്. ഒപ്പം ഞാനിതേ ലെഫ്റ്റ് സൈഡിലെ മിറർ വീണ്ടും നോക്കുകയാണ്. മെല്ലെ വാഹനം ബാക്കിലേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ നോക്കുക, അവിടെ ഇറങ്ങി. ഇനി നമുക്കിവിടെ റൈറ്റ് സൈഡ് നോക്കാം. സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഒടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഈ ഒരു മിറർ നോക്കിക്കൊണ്ട് ഒടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒടിച്ചു കൊടുക്കുന്നു. ഒപ്പം ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ട് നോക്കുകയാണ്. ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. നിങ്ങൾ നോക്കിക്കേ. ഇനി വീണ്ടും ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടുന്ന് വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. മെല്ലെ വാഹനം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലുള്ള ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് വാഹനം വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വെളിയിലേക്ക് ഇറക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, വളരെ സ്മൂത്തായിട്ട് വാഹനം വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പം നിങ്ങൾ നോക്കിക്കുക, റോഡിലേക്ക് നമ്മുടെ വാഹനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിറർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ വാഹനം ബാക്കിലേക്ക് എടുത്തത്. അതിനുശേഷം വണ്ടിയുടെ ബാക്ക് ഏകദേശം റോഡിലേക്ക് ഇറങ്ങി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്ക് പോവുകയാണ്. അതിന് ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. മെല്ലെ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോക്കുക,
ഓക്കെ, ഇനി നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സുകൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ റൈറ്റ് സൈഡിലെ മിററിലേക്ക് നോക്കണം. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി വാഹനം ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ തട്ടും. അതുകൊണ്ട് വളരെ വേഗത്തിലുള്ള ഒരു നോട്ടം നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വാഹനം ബൈക്കിലേക്ക് എടുക്കുമ്പോൾ വേഗത കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം സ്പീഡ് കൂടിയാൽ പെട്ടെന്നായിരിക്കും വാഹനം മൂവ് ആകുന്നത്. സൈഡിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറും. അപ്പോൾ നമ്മൾ പരമാവധി സ്പീഡ് കുറച്ച് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സൈഡിലുള്ള ഒബ്ജക്റ്റിൽ തട്ടുമോ എന്നറിയാൻ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, അത് ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കുക എന്നുള്ളതാണ്. അപ്പം മിറർ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ബോഡി ഏരിയയും അതോടൊപ്പം തന്നെ സൈഡിലുള്ള ഒബ്ജക്റ്റും അതിനിടയിൽ വരുന്ന ഒരു റോഡ് ഏരിയയുടെ ഗ്യാപ്പ്, എപ്പോഴും ആ ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് വാഹനം എടുക്കുക. ഇനി ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ആണെങ്കിൽ പോലും ചെറിയൊരു ഗ്യാപ്പ് ഇതിനിടയിൽ ഉണ്ടായിരിക്കണം, അത് ഓർക്കുക. ആ ഗ്യാപ്പ് ഒരുപാട് അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വാഹനം ആ സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ നൽകുന്നതായിരിക്കും. ഇനി ചില സംശയങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടിട്ട് ഉണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾ മറ്റ് എല്ലാ വീഡിയോയും കൂടെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ചാനലിൽ ഏകദേശം ഒരു 500 അടുത്തുള്ള ഒരു വീഡിയോസിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോകൾ ചാനലുണ്ട്. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.